കരച്ചിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കരച്ചിലാണെന്ന് പറയാം. നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു സംസാരം, കൺവെർസേഷൻ എല്ലാ ദിവസവും വേണം. ആ സമയത്ത് നമുക്ക് പരാതിയേക്കാൾ ഉപരി കരയണ്ട എന്ന് പറയാൻ പറ്റില്ല, കരഞ്ഞു പോകും നമ്മൾ, ചിലപ്പോൾ കരയാൻ പറ്റും. പക്ഷെ അത് ആ കരച്ചില് സ്ഥിരമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റണം. അത്രയും അതീശത്വം നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ലിവ് കോൺഷ്യസ്ലി എന്നാണ് ടോപ്പിക്. കോൺഷ്യസ്ലി, ബോധത്തോടെ ജീവിക്കുക എന്നുള്ള ടോപ്പിക്. അപ്പോൾ വാച്ച് ആൻഡ് ഡിസോൾവ് ദ പെയിൻ. നമ്മുടെ ശരീരം ഈ ഞാനൊരു ഉദാഹരണം പറയട്ടെ. കുറെ വിറകിട്ട് കൂട്ടിയിട്ടിട്ട് നമ്മൾ കത്തിക്കുമെന്ന് നോക്കാം. കുറെ വിറക് കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കുമ്പോ പിന്നെ വിറക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വിറക് വെച്ചു കൊടുക്കുകയാണ് ഈ തീയില്. അപ്പോ ഈ ചാരമൊക്കെ എങ്ങടെ പോവാ? ചാരം എന്ത് ചെയ്യും? അവിടെ അടിഞ്ഞു കിടക്കും അല്ലെ. ആ വിറകിൽ കൂനയിൽ അടിഞ്ഞ് കിടന്നിട്ട് അതിങ്ങനെ പിന്നെ വിറക് വെക്കും അല്ലെ. അതേപോലെ തന്നെയാണ് ഒരു കാറ്റൊക്കെ വരുമ്പോ ഈ ചാരം അങ്ങോട്ട് പറക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ ലൈഫിൽ ജനിച്ച അന്ന് തുടങ്ങി കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ എടുത്ത ഇമോഷൻസ് എവിടെയാ പോയെ അല്ലേ? ഇന്നലെ ഒരാഴ്ച മുമ്പുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കണ്ടാവും. സങ്കടങ്ങളൊക്കെ ഓർക്കണ്ട. അതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾ വല്ലതും ഓർക്കണ്ടോ? ആരും ഓർക്കണില്ല. ഒരു മാസം മുമ്പുള്ളത് ഓർക്കണ്ടോ? ഓർക്കണില്ല. 10 വർഷം നിങ്ങൾക്ക് കുഞ്ഞിലേ ഉള്ളത് ഓർക്കണ്ടോ? ഈ വർഷം ഇതുവരെ ജീവിച്ചതിൽ ഇന്നലെ വരെ ഒരാഴ്ച മുമ്പുള്ള സംഭവങ്ങൾ വരെ ചിലപ്പോൾ അത്രയോ പെയിൻ ഉള്ളപ്പം നിങ്ങൾ ഓർക്കണ്ടാവും. പക്ഷെ എത്രയോ സങ്കടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു നോട്ടത്തിലൂടെ നമുക്ക് പെയിൻ കിട്ടിയിട്ടില്ലേ? ചിലരുടെ ഒരു നോട്ടത്തിലൂടെ നമ്മൾ ഉരുകിയിട്ടില്ലേ? ചിലരുടെ ഒരു വാക്കിലൂടെ നമ്മൾ ഒന്നും അല്ലാതായിട്ട് മാറിയിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് കിട്ടിയ പെയിൻ അല്ലേ? ഇതൊക്കെ എങ്ങടാ പോയേ? ഇതൊക്കെ വെച്ചു കൊടുത്ത വിറകാണ്. ആ തീക്കുണ്ടത്തിലേക്ക് വെച്ചു കൊടുത്ത വിറകാണ്. ഈ വിറക് കത്തിയ ചാരമൊക്കെ എങ്ങടെ പോയേ? നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മളെ ശരീരത്തിലുണ്ട്. അതായത് ഇമോഷനായിട്ട് ഇംപ്യൂരിറ്റീസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. ഈ ഇംപ്യൂരിറ്റീസ് ആണ് നമുക്ക് ഒരു കാറ്റ് വരുമ്പോ, ഒരാളൊന്ന് തോണ്ടി, ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞു, അപ്പോഴേക്കും ദേഷ്യം വരും, സങ്കടം വരും, പൊട്ടി പുറത്തേക്ക് വരികയാണ്. എവിടെന്നാ വന്നേ? അത്രയും നാൾ അടക്കി വെച്ച പെയിനാണ് ഈ പൊട്ടി പുറത്തേക്ക് വരണേ. അല്ലാണ്ട് അതാണ് പറഞ്ഞത്. അയാൾ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ പെയിൻ. ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് വേദന ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ അല്ല കളയേണ്ടത്, നമ്മൾ ഹീൽ ചെയ്യണം. നമ്മൾ അതായത് ആ പെയിന് എന്റെ ഉള്ളിൽ ഓൾറെഡി കിടക്കുന്ന പെയിനാണ് പുറത്തേക്ക് വന്നത്. അതിന് അവരൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ ഈ ചാരം ഇങ്ങനെ എത്ര കാറ്റ് വരുമ്പോ പറന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോണവരൊക്കെ തടഞ്ഞ ചെണ്ടയായിട്ട് നമ്മൾ മാറും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെലിബറേറ്റ് എഫേർട്ട് എടുക്കണം. ഡെലിബറേറ്റ് എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഡിസോൾവ് ദ പെയിൻ. നിങ്ങളുടെ വേദനയെ നിങ്ങൾ ഹീൽ ചെയ്യണം. അപ്പൊ നമുക്ക് ബോധത്തോടെ ജീവിക്കാൻ പറ്റും.